നമസ്കാരം. ഇന്ത്യ വേസ് ഇംഗ്ലണ്ടിൻ്റെ 4ാം ടെസ്റ്റിൽ 2ാം ദിവസം ഇംഗ്ലണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 225 എന്ന് പറഞ്ഞ ഒരു സ്കോറിലേക്ക് 2 വിക്കറ്റ് നഷ്ടത്തിൽ വളരെ മിന്നൽ സ്പീഡിൽ ഇംഗ്ലണ്ട് എത്തിയിരിക്കുകയാണ്. ബെൻ ഡക്കറ്റ് ആൻഡ് സോക്ക് റോളി ഒരു രക്ഷയില്ലാത്ത ബാറ്റിങ്, ക്ലൈമറ്റിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ ഇംഗ്ലണ്ടിന് കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഒരു ഓവർകാസ്റ്റ് കണ്ടീഷൻസ് ഒന്നും ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പം ഇല്ലായിരുന്നു. ഒരു സണ്ണി ആയിട്ടുള്ള വെതറായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ബോളിങ്സിന് അത്ര ഒരു സപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ വെതറിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയില്ല. പക്ഷേ ഇംഗ്ലണ്ട് ബാറ്റഡ് ബ്യൂട്ടിഫുള്ളി. അവരുടെ ഓപ്പണേഴ്സ് രണ്ടുപേരും അവർ 150 റൺ അടിച്ച് 175 ബോളിലാണ്. രണ്ടുപേരും ബസ് ബോൾ ഇംഗ്ലണ്ട് തിരിച്ചു കൊണ്ടുവന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. സൂപ്പർ ബാറ്റിംഗ്. ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് വിക്കറ്റിൽ ആ ഒരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ഇന്ത്യ ശരിക്കും പ്രതിരോധത്തിലാക്കി കളഞ്ഞു. ബുംറ ഒഴികെയുള്ള എല്ലാ ബോളേഴ്സിനും അടിയുണ്ട്. സിറാജിന് അടിയുണ്ട്. അതുപോലെ തന്നെ അൻഷുൽ കമ്പോജിനൊക്കെ ടാർഗറ്റ് ചെയ്ത് അടിക്കുമായിരുന്നു, പുതിയൊരു ബോളർ ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഷർദുൽ താക്കൂറിന് 6 മേൽ 7 അടുപ്പിച്ചാണ് എക്കോണമി. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിച്ചു. എല്ലാവരും നന്നായിട്ട് കിട്ടി. പക്ഷേ പിന്നീട് ഒരു ലാസ്റ്റ് സെക്ഷൻ ആയപ്പോഴത്തേക്ക് ഇന്ത്യയുടെ ബോളേഴ്സ് തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടു. അൻഷുൽ കമ്പോജ് ഒരു റിതം കണ്ടെത്തി. നല്ല സൂപ്പർബായിട്ട് ബോൾ ചെയ്ത് സീം പൊസിഷനൊക്കെ അടിപൊളിയായിട്ട് അവസാനത്തെ സെഷൻ എറിഞ്ഞു. അതിനൊരു റിവാർഡും കിട്ടി. ബെൻ ഡക്കറ്റിൻ്റെ വിക്കറ്റ് അൻഷുൽ കമ്പോജിനെ കുറച്ച് ഈസി ആയിട്ട് എടുത്ത പോലെ തോന്നി. ബെൻ ഡക്കറ്റ് എന്തായാലും സൂപ്പർബായിട്ടുള്ള ഫസ്റ്റ് വിക്കറ്റ് ഡിബറ്റ് ടെസ്റ്റ് മാച്ചിൽ. അതുപോലെ തന്നെ ജഡേജ ഒരു വിക്കറ്റ് ഇട്ട് ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ വന്നു. പക്ഷേ ഇന്ത്യയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജഡേജ ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയിട്ട് പോലും ഇന്നത്തെ ദിവസം വാഷിങ്ടൺ സുന്ദറിനെ യൂസ് ചെയ്തിട്ടില്ല. ജഡേജയെ സ്പിന്നറിനെ കൊണ്ടുവന്ന് 26th ഓവറിലോ അത് കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ സ്പിന്നേഴ്സിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഉള്ള റിസോഴ്സിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്ന് ഈ ഒരു സീരീസിൽ ഉടനീളം നമ്മൾ കണ്ടുവരുന്നൊരു സംഭവമാണ്. ഇന്നത്തെ ദിവസവും അത് ആവർത്തിച്ചു. വാഷിങ്ടൺ ഇപ്പോൾ ജഡേജയ്ക്ക് ഒരു വിക്കറ്റ് കിട്ടിയിട്ടും വാഷിങ്ടൺ സുന്ദറിനെ എന്താ യൂസ് ചെയ്യാതിരുന്നത്? ലാസ്റ്റ് പെട്ടെന്ന് ഓവേഴ്സ് എറിഞ്ഞ് തീർക്കേണ്ട പോലും വാഷിങ്ടൺ സുന്ദറിനെ യൂസ് ചെയ്തില്ല. അതുമാത്രമല്ല, ഫസ്റ്റ് ദിവസം തന്നെ ഇംഗ്ലണ്ടിൻ്റെ സ്പിന്നറിന് വിക്കറ്റ് കിട്ടിയതാണ്. അപ്പോൾ രണ്ടാമത്തെ ദിവസം എന്തെങ്കിലും ഒരു സപ്പോർട്ട്, പ്രത്യേകിച്ചും ഫാസ്റ്റ് ബോളേഴ്സിന് ഈ ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യാൻ വന്നപ്പോൾ പ്രത്യേകിച്ച് സപ്പോർട്ട് പിച്ചിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ലായിരുന്നു. വെതർ കണ്ടീഷൻസ് അനുകൂലമല്ലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സ്പിന്നേഴ്സിന് എന്തെങ്കിലും അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും കുറച്ചും കൂടെ നേരത്തെ നോക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ചും വാഷിങ്ടൺ സുന്ദറിനെ ഇറയിക്കാതിരുന്നത് ഒരു ബാഡ് മൂവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പലപ്പോഴും നമ്മൾ ഇതിന് മുമ്പുള്ള ടെസ്റ്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഷർദുൽ താക്കൂറിനെ ആദ്യം കളിപ്പിച്ചപ്പോൾ ഷർദുൽ താക്കൂറിനെ കൊണ്ടുവരാൻ ലേറ്റായി. ഇന്നും ഷർദുൽ താക്കൂറിനെ ഫസ്റ്റ് സെഷനിൽ എറിയിപ്പിച്ചതില്ല, പിന്നീടാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഒരു റിസോഴ്സിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാതിരിക്കുന്ന ഒരു പ്രശ്നം പൊതുവെ കാണുന്നുണ്ട്. എന്തായാലും ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാർ വെതർ കണ്ടീഷൻസ് സൂപ്പർവായിട്ട് യൂസ് ചെയ്ത് അവർക്ക് അനുകൂലമായിട്ട് അവർ യൂസ് ചെയ്തു. പിന്നീട് ഒരു 2 വിക്കറ്റ് പോയതിനു ശേഷം ലാസ്റ്റ് സെഷനിൽ അവരുടെ റൂട്ടും അതുപോലെ തന്നെ പോപ്പും സൂപ്പർവായിട്ട് ബാറ്റ് ചെയ്തു. അതായത് ആ ഒരു കുറച്ച് ഇന്ത്യൻ ബോളേഴ്സിന് സപ്പോർട്ട് കിട്ടിയ സമയമായിരുന്നു. ബുംറ സൂപ്പർവായിട്ട് എറിഞ്ഞു. ലാസ്റ്റ് സ്പെല്ല് ലാസ്റ്റ് 3 ഓവേഴ്സ് ആയിരുന്നു ലാസ്റ്റ് കുറച്ച്. അത് സർവൈവ് ചെയ്തു. അതുപോലെ തന്നെ അൻഷുൽ കമ്പോജും നന്നായിട്ട് എറിയുന്നുണ്ടായിരുന്നു. അതിനെ സർവൈവ് ചെയ്ത് ആ ഒരു ചെറിയൊരു ഷോർട്ട് പീരീഡ് അവർ നന്നായിട്ട് ബാറ്റ് ചെയ്തു. ഇനി ഇന്നത്തെ ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ 358 എന്ന് പറഞ്ഞ സ്കോർ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഒരു 380 മേളിൽ 400 അടുപ്പിച്ച് സ്കോർ ചെയ്താലേ ഇന്ത്യക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ്മെന്റ് ഉണ്ടാകത്തുള്ളൂ എന്നുള്ളത്. 358 പ്രത്യേകിച്ചും ക്ലൈമറ്റ് കണ്ടീഷൻസ് ഒക്കെ മാറി സ്ഥിതിക്ക് അത്ര നല്ലൊരു സ്കോറായിട്ട് ശരിക്കും വന്നില്ല ഇന്ത്യക്ക്. അത് പ്രത്യേകിച്ച് ഇംഗ്ലണ്ട് രണ്ടാമത് ബാറ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി. ബാറ്റ് ചെയ്തപ്പോൾ വീണ്ടും ഇപ്പോൾ ഒരു ഹീറോയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഋഷഭ് പന്ത്, എൻ്റെ മോനെ, കാലിലൊരു ഫ്രാക്ചറുണ്ട് പുള്ളിയുടെ. ഇത്രയും വയ്യ, കാല് നടക്കാൻ പോലും വയ്യ. എന്നിട്ട് പുള്ളി ഇറങ്ങി വന്ന് കാണിച്ച മാസ്. ജോഫ്ര ആർച്ചറിന് ഒരു 6 ഒക്കെ അടിച്ചു. ഋഷഭ് പന്തിനെ കൊണ്ട് മാത്രമേ ലോകത്ത് ഇത് പറ്റത്തുള്ളൂ. കാരണം ചില്ലറ കാര്യമല്ല, ഇൻ്റർനാഷണൽ ലെവലിൽ ഇത്രയും ബേസിൽ എറിയുന്ന ഇത്രയും ടോപ്പ് ക്വാളിറ്റി ബോളേഴ്സിൻ്റെ അടുത്ത് ബാറ്റ് ചെയ്യാൻ ഒരു ചെറിയ ഒരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് കാലിൽ ഇത്രയും വലിയൊരു ഫ്രാക്ചർ വെച്ചിട്ട് ആ വേദന സഹിച്ച് വന്നിട്ട് ബാറ്റ് ചെയ്യുക, അത് 50 അടിക്കുക, ജോഫ്ര ആർച്ചറിനെ സഹിതം അടിക്കുക. അവസാനം കുറച്ച് റൺ അടിക്കാനായിട്ട്, കുറച്ചെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഋഷഭ് പന്തിന് സാധിച്ചു. അവിടെ ഇന്ത്യക്ക് ശരിക്കും ഒന്ന് പുഷ് ചെയ്ത് ഇന്ത്യ ഒരു 10 റണ്ണെങ്കിലും ആ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് ഋഷഭ് പന്ത് വന്നതിന് ശേഷം ഇന്ത്യക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റി എന്നുള്ളത് ഒരു ഹീറോ. അതാണ് ഋഷഭ് പന്ത്. വാരിയെടുക്കുകയാണെങ്കിലും പറയാം, ഒരു രക്ഷയില്ല, സമ്മതിച്ചു കൊടുത്തേ പറ്റത്തില്ല. അതുപോലെ തന്നെ വേറൊരാളാണ് ബെൻ സ്റ്റോക്സ്. എൻ്റെ മോനെ, ഈ ഒരു സീരീസിൽ ഇനി ആര് സീരീസ് ജയിച്ചില്ലെങ്കിലും മാൻ ഓഫ് ദി സീരീസ് എന്നെ സംബന്ധിച്ച് ബെൻ സ്റ്റോക്സ് ആണ്. ഒരു രക്ഷയില്ല. നമ്മൾ ഇന്നലത്തെ റിവ്യൂവിലും പറഞ്ഞു, ഇതിന് മുമ്പ് എപ്പോഴും എല്ലാ ടെസ്റ്റിലും പറയുന്ന കാര്യമാണ്. ഇന്നത്തെ ദിവസം ക്രൂഷ്യലായിട്ടുള്ള വിക്കറ്റ്സ് എടുത്ത് ഇന്ത്യയെ ഒതുക്കിയത് ബെൻ സ്റ്റോക്സ് ആണ്. ജോഫ്ര ആർച്ചറും മികച്ച 2 വിക്കറ്റ് ഇട്ടു. അതായത് ജഡേജയുടെ വിക്കറ്റ് ഇട്ടു. അതിനുശേഷം ഋഷഭ് പന്തിൻ്റെ ക്രൂഷ്യലായിട്ടുള്ള വിക്കറ്റ് ജോഫ്ര ആർച്ചർ ഇട്ടു. പക്ഷേ
ബെൻ സ്റ്റോക്സ് ആണ് കഷ്ടപ്പെടുന്നത്. അതിങ്ങനെ എന്താ പറയുന്നത്, കണ്ടം മുഴുവൻ നല്ല ഉഴുത് വിക്കറ്റ് എടുക്കുകയാണ്. വാഷിങ്ടൺ സുന്ദറിനെയൊക്കെ ലെഗ് ട്രാപ്പിൽ വീണ്ടും, അതായത് സായ് സുദർശനെ എടുത്ത പോലെ എടുക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഷർദുൽ താക്കൂർ, വളരെ ഡേഞ്ചറസ് ആയിട്ട് തോന്നിയിരുന്ന ഷർദുൽ താക്കൂറിൻ്റെ വിക്കറ്റ് എടുക്കുന്നു. പിന്നീട് 8 വർഷങ്ങൾക്ക് ശേഷം ഒരു 5 വിക്കറ്റ് ഹോൾഡർ, ഡിസേർവിങ് തന്നെയാണ് ബെൻ സ്റ്റോക്സ്. ഇംഗ്ലണ്ടിൻ്റെ ബോളിങ്ങിൻ്റെ കുന്തമുന ബെൻ സ്റ്റോക്സ് തന്നെയാണ്. സൂപ്പർ ബോളിങ്. അവരുടെ ഒരു എന്താ പറയുക, ഇംഗ്ലണ്ട് ടീം ഈ സീരീസ് സഞ്ചരിക്കുന്ന ബെൻ സ്റ്റോക്സിൻ്റെ ചിറകിലേന്തിയാണ്. ഒരു രക്ഷയില്ല. ക്യാപ്റ്റൻ ആയാലും ശരി, ഫീൽഡിംഗ് ആയാലും ശരി, ബോളിംഗ് ആയാലും ശരി, ബാറ്റിംഗ് ആയാലും ശരി, ഈ ഈസ് അബ്സല്യൂട്ട് ക്രിക്കറ്റർ, ഒരു കംപ്ലീറ്റ് ക്രിക്കറ്റർ എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് ബെൻ സ്റ്റോക്സ്. ഈ നാളത്തെ ദിവസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന് ഒരു 100 റണ്ണ് ലീഡ് അടിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ കളി അവിടെ തോക്കും. കാരണം ഇനി മുന്നോട്ട് ഉള്ള ഇതിൽ ബാറ്റിംഗ് വളരെ ദുഷ്കരമായിട്ട് വരും. ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഒരു 100 റണ്ണ് ലീഡെന്ന് പറയുമ്പോൾ മാനസികമായിട്ട് പിന്നോട്ട് പോകും. അതൊരു 450 റണ്ണ് ഇംഗ്ലണ്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ വളരെ കഷ്ടപ്പെടും. അതേസമയം ഒരു 400-നകത്തെങ്കിലും, കാരണം ഇപ്പോൾ തന്നെ 225 റണ്ണായി. ഇനിയും ഇംഗ്ലണ്ടിൻ്റെ കാര്യം ഓർക്കണം, 10 വരെ ബാറ്റിംഗ്, അതായത് 10ാം നമ്പർ വരെ ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്റിംഗ് ലൈനപ്പാണ്. ഒരു 150 റണ്ണ് കൂടെ അടിച്ചാൽ പോലും ഇന്ത്യക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ തന്നെ ലീഡാവും. അപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 50 റണ്ണിനകത്ത് ലീഡ്, റിയലിസ്റ്റിക്കായിട്ട് ഞാൻ പറയുകയാണ്, 50 റണ്ണിനകത്ത് ലീഡ് നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യക്കൊരു നല്ല രീതിയിലൊരു ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ച് ഈ മാച്ചിലേക്ക് തിരിച്ചു വരാൻ പറ്റും. 100-ന് മുകളിലേക്കൊക്കെ ഇംഗ്ലണ്ട് ലീഡ് പോയി കഴിഞ്ഞാൽ വളരെ കഷ്ടമാവും. എന്തായാലും നാളത്തെ ദിവസത്തെ ഫസ്റ്റ് സെഷൻ ആര് ജയിക്കുന്നോ അത് വളരെ ക്രൂഷ്യലാണ്. ഇംഗ്ലണ്ടിന് ഫസ്റ്റ് സെഷൻ ജയിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു 90 to 120 റണ്ണ് ഫസ്റ്റ് സെഷനിൽ അടിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് മാച്ച് കൊണ്ടുപോയി തന്നെ പറയാം. അതേസമയം ഇന്ത്യക്ക് ഒരു ക്വിക്കായിട്ടൊരു 3-4 വിക്കറ്റ് റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണെന്ന് അറിയില്ല. എങ്കിൽ പോലും അത് വേണം. കാരണം ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് ലൈനപ്പിനെ സംബന്ധിച്ച് ഇനി ഒരു 3 വിക്കറ്റെങ്കിലും വീണാലേ അവരുടെ ഒരു ലോവർ ഓർഡറിലോട്ടെങ്കിലും എത്തത്തുള്ളൂ. സോ അതുകൊണ്ട് ഒരു 3 വിക്കറ്റ്സ് ഫസ്റ്റ് സെഷനിൽ എടുക്കുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ക്രൂഷ്യലാണ്. അതിന് ക്ലൈമറ്റും കൂടെ കനിയണം. ഓവർകാസ്റ്റ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് കുറച്ച് ഹെൽപ്പ് കിട്ടും. ഇതുപോലെ ഇന്നിപ്പോൾ ഇംഗ്ലണ്ട് ബാറ്റ് ഇറങ്ങിയ പോലെ ഒരു സണ്ണി മോർണിംഗ് ആണ് നമ്മളെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിരാശപ്പെടുത്തേണ്ടി വരും ഇന്ത്യൻ ബോളേഴ്സ്. അല്ലാന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ ഗിൽ അത്ര തന്ത്രപൂർവ്വം ബോൾ ചെയ്യണം. വാഷിങ്ടൺ സുന്ദറിനെ യൂസ് ചെയ്യണം, അതുപോലെ ജഡേജ യൂസ് ചെയ്യണം. വാഷിങ്ടൺ സുന്ദറിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. കാരണം സ്പിന്നിന് സപ്പോർട്ട് കിട്ടും. പ്രത്യേകിച്ച് നാളെ തൊട്ട് തന്നെ സപ്പോർട്ട് കിട്ടിത്തുടങ്ങും. അതുകൊണ്ട് തന്നെ 2 സ്പിന്നേഴ്സും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. കണ്ടീഷൻസ് തുണയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്സെപ്ഷണലായിട്ട് ഇന്ത്യ ബോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ക്യാപ്റ്റൻസി സൂപ്പർ ആണെന്നുണ്ടെങ്കിൽ ഈ മാച്ചിലേക്ക് തിരിച്ചു വരാൻ ഇന്ത്യക്ക് സാധിക്കും. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം ഇംഗ്ലണ്ട് വേ അഹെഡാണ് ഈ ഒരു മാച്ചിൽ. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു ഇന്ത്യയുടെ ഇന്നത്തെ വിക്കറ്റ് വീണിരുന്നെങ്കിൽ ഇംഗ്ലണ്ട് എത്രത്തോളം മുൻതൂക്കം ഉണ്ടെന്നുള്ളത്. സോ അവർ സൂപ്പറായിട്ട് ഇന്ന് ഇംഗ്ലണ്ട് കളിച്ചു. ഇന്ന് ഇംഗ്ലണ്ടിൻ്റെ ദിവസം തന്നെ പറയാൻ പറ്റുന്നൊരു ദിവസമായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഋഷഭ് പന്തിൻ്റെ ഹീറോയിക് ആയിട്ടുള്ളൊരു ഇന്നിങ്സും അതുപോലെ തന്നെ കമ്പോജിൻ്റെ ഫസ്റ്റ് വിക്കറ്റും എല്ലാം നമ്മൾ കാണാനായിട്ട് സാധിച്ചു. സൂപ്പറായിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു. നാളെ ദിവസം ഇതിലും എക്സൈറ്റിംഗ് ആയിരിക്കും തീർച്ചയായിട്ടും. ഇനി ഇന്ത്യ തിരിച്ചു വരാൻ എന്തൊക്കെ ടാക്ടിക്സ് ഇന്ത്യ പരീക്ഷിക്കും എന്നുള്ളത് കാണാനായിട്ട് തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. അപ്പോൾ നാളത്തെ മാച്ചിന് ശേഷം ഉള്ള റിവ്യൂവിൽ കാണാം. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇന്നലത്തെ വീഡിയോ കാണാത്തവർക്കായിട്ടാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ സാധിക്കാതിരുന്നത്. എനിക്കൊരു ഹോസ്പിറ്റൽ എമർജൻസി ഉണ്ടായതുകൊണ്ടാണ്. എൻ്റെ ഒരു ബ്രദർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് കിടക്കുന്നതുകൊണ്ടാണ്. സോ ഇനി മുമ്പോട്ടായാലും ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും വീഡിയോ ഈ അടുത്ത് മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും റീസൺ. സോ ക്ഷമിക്കുക. അപ്പോൾ നാളത്തെ മാച്ചിൻ്റെ റിവ്യൂമായിട്ട് കാണുന്നിടം വരെ ബൈ.